Hey everyone and welcome back to my YouTube channel. എൻ്റെ റിസൾട്ട് വന്നു. സെക്കൻഡ് സെമസ്റ്റർ MSc ഫിസിക്സിൻ്റെ റിസൾട്ട് വന്നു. ഇപ്പോൾ വന്നു. ഞാൻ ഇതുവരെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ റോട്ടിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. റിസൾട്ട് സർപ്രൈസായി കൊടുക്കുന്നതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. ഐ ടെൽ യു. 2025 ഡിസംബർ തൊട്ട് 2026 ഫെബ്രുവരി അവസാനം വരെ ഞാൻ കംപ്ലീറ്റ്ലി ഷെഡ്യൂൾഡായിരുന്നു. ബി-സോൺ, ഇൻ്റർ-സോൺ ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടീസുകളായിരുന്നു. ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തായിരുന്നു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. 3 ഓൺ സ്റ്റേജ് ഇൻഡിവിജ്വൽസും ഒരു ഓൺ സ്റ്റേജ് ഗ്രൂപ്പായിട്ടും ഉണ്ടായിരുന്നു എനിക്ക്. അത് കൂടാതെ മാർച്ച് മാസത്തിൽ എനിക്ക് ഡിസ്ട്രിക്ട് ലെവൽ അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ സെലക്ട് ആയിട്ട് ഇപ്പോൾ നാഷണൽസിൽ മത്സരിക്കാൻ പോവുകയാണ്. എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിന് മുന്നേ ഒരു 10 days സ്റ്റഡി ലീവ് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇൻ്റർ-സോൺ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കോളേജിലായിരുന്നു. എല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഞാൻ കോളേജിലിരുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ പ്രാക്ടീസുകളും അതിൻ്റെ നോയ്സുകളും ഒക്കെ ഉള്ള സമയത്ത് ഗ്യാപ്പ് കിട്ടുമ്പോൾ വന്ന് പഠിച്ചതാണ്. ലാബൊക്കെ കയറിയിട്ടേയില്ല. ജനറൽ ലാബും ഇലക്ട്രോണിക്സ് ലാബൊന്നും ഞാൻ എന്നിട്ട് എൻ്റെ തിയറി എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കിട്ടിയ ഒരു 5-6 daysലായിരുന്നു ഞാൻ എൻ്റെ എൻറ്റയർ ലാബ് ഓൾമോസ്റ്റ് എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ എക്സാമിൻ്റെ 1-2 ദിവസം മുന്നേ, ഒരു ദിവസം മുന്നെയാണ് തോന്നുന്നു, ഞാൻ ഇൻ്റർ-സോൺ കലോത്സവം കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. എന്നിട്ട് ഒന്ന് സമാധാനത്തിലിരുന്ന് പഠിച്ച് വെരി നെക്സ്റ്റ് ഡേ എക്സാമിന് പോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ റിസൾട്ട് ചെക്ക് ചെയ്യാല്ലേ. ഓൾ ദി ബെസ്റ്റ് ശിവാനി. ബിക്കോസ് ഐ ഹാഡ് ഓൾറെഡി സെറ്റ് എ ഗോൾ. ആ ഒരു ഗോൾ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും എല്ലാ തിരക്കുകളും ഞാൻ സ്വയം തീരുമാനിച്ച് ചെയ്യുന്നതാണ്. ഇപ്പം ആങ്കറിങ്ങിന് പോകുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഡബ്ബിങ്ങിന് പോകുന്നതാണെങ്കിലും പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നതാണെങ്കിലും കലോത്സവത്തിന് നിൽക്കുന്നതായാലും കലോത്സവത്തിന് പ്രൈസ് വാങ്ങുന്നതായാലും എല്ലാം എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ ഡിസിഷൻ എടുത്തിട്ട് എല്ലാതും ഓക്കെ പറഞ്ഞ് ചെയ്യുന്നതാണ്. ഐ ട്രൂലി ബിലീവ് ദാറ്റ് നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ കോ കരിക്കുലർ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും എത്രയൊക്കെ തിരക്കാണെങ്കിലും അതൊന്നും അക്കാഡമിക്കലി നമ്മൾ പുവർ പെർഫോമൻസ് കൊടുക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളത്, ഒരു റീസൺ അല്ല എന്നുള്ളത്. ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മ എല്ലാത്തിൻ്റെയും കൂടെ അക്കാഡമിക്സിലും ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് അല്ല, പക്ഷേ അതിനുള്ള ടൈം നമ്മൾ കണ്ടെത്തുക എന്നത് ഒരു ചെറിയ ടാസ്ക്കാണ്. ഫൈൻഡിങ് ടൈം ഫോർ എവ്രിതിങ്. എന്നിട്ടും ഐ ആക്ച്വലി ട്രസ്റ്റഡ് ഇൻ മീ. എന്നിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഐ വർക്ക്ഡ് ഫോർ ഇറ്റ്. ഐ റിയലി വർക്ക്ഡ് ഫോർ ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്മാർട്ട് വർക്കും ഇതിന് പിന്നിലുണ്ടായിരുന്നില്ല. നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് മാനേജിങ് എവറിത്തിങ് ഇസൻറ്റ് ആൻ ഈസി ടാസ്ക്. ലിറ്ററലി ട്രസ്റ്റ് മീ, എല്ലാം കൂടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയൊരു കാര്യമല്ല. എസ്പെഷ്യലി ഞാൻ ഇതിനിടയിൽ കൂടെ ആങ്കറിങ്ങിനും പോയിട്ടുണ്ടായിരുന്നു, ഇതിനിടയിൽ കൂടെ ഷൂട്ട്സിനും പോയിട്ടുണ്ടായിരുന്നു, ഡബ്ബിങ്ങിനും പോയിട്ടുണ്ടായിരുന്നു, പിള്ളേർക്ക് ട്യൂഷനും എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് എനിക്ക് ഒരു കാരണവശാലും ഒഴിവ് പറയാൻ പറ്റാത്ത ഒന്നായിരുന്നു കോളേജിലെ പ്രാക്ടീസ്. ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ 3 ഓൺ സ്റ്റേജ് ഐറ്റംസും എനിക്ക് ഒരുമിച്ച് നോക്കണമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എക്സാംസ് ആണ്. പക്ഷേ ഇപ്പോൾ 2 ഇൻറ്റേർണൽസ് തിയറിക്കും അതുപോലെ തന്നെ ലാബിനും ഇൻറ്റേർണൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻറ്റേർണൽസ് കൂടി പ്രാക്ടീസിൻ്റെയും മറ്റു കാര്യങ്ങളുടെ ഇടയിൽ കൂടെ പഠിക്കുകയും എഴുതുകയും വേണമായിരുന്നു. ഫൈനലി ഐ ആം ലിറ്ററലി ഹാപ്പി. റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ ഓ മൈ ഗോഡ്. സോ നൗ അമ്മയുടെ റിയാക്ഷൻ നോക്കുക. അമ്മയ്ക്ക് അറിയില്ല റിസൾട്ട് വന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഷൂട്ടിന് പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. ഈവൻ അമ്മയും എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി A+, O ആണ് 2, 3, 4